ഹലോ വെൽക്കം ടു ദ ഗാഗ്വിഷ് വേൾഡ്. സി.ടെക് എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് NCERT ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് മുഴുവൻ കവർ ചെയ്യുകയാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ പോർഷൻസും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള NCERT ബേസ്ഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെൻ, വേർ ആൻഡ് ഹൗ എന്ന വീഡിയോക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നത്. അതിൽ ഇനി നമുക്ക് എടുക്കാനുള്ളത് ദ ഏർലിയസ്റ്റ് സൊസൈറ്റീസ് എന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 ദ ഏർലിയസ്റ്റ് സൊസൈറ്റീസ്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുപയോഗിച്ച വസ്തുക്കൾ, അവരുടെ താമസം എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഏർലി പീപ്പിൾ ലൈവ്ഡ് അബൌട്ട് 2 million years ago. ദേ ലൈവ്ഡ് ഇൻ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ്. അവർ പ്രധാനമായിട്ട് ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആയിരുന്നു. ദെൻ ദേ കളക്റ്റഡ് പ്ലാന്റ് ആൻഡ് ഫുഡ്സ്. ഏർലിയസ്റ്റ് പീപ്പിൾസ് ദേ ഹാവ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ബിക്കോസ് ദ ആനിമൽസ്, ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആണ്. അപ്പോൾ ബിക്കോസ് ആനിമൽസ് ഗ്രാസും അതേപോലെ ലീവ്സും തേടിയിട്ട് അവരിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ ഹണ്ട് ചെയ്യുന്നതാണ് ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആണ്. അപ്പോൾ അവരും ഈ ആനിമൽസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവരും മറ്റു പ്രദേശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ആനിമൽസിലോട്ടേക്ക് മനുഷ്യന്മാർ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സിന് വേണ്ടി വേട്ടയാടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ സോ മനുഷ്യന്മാർ ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാന്റ് ആൻഡ് ട്രീസ് ബിയർ ഫ്രൂട്ട് ഇൻ ഡിഫറെൻറ്റ് സീസൺ. സോ പീപ്പിൾ ഹാവ് മൂവ്ഡ് ഫ്രം സീസൺ ടു സീസൺ ഇൻ സെർച്ച് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ പ്ലാന്റും ട്രീസൊക്കെ വളരുന്നത് ഓരോ കാലഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യന്മാരും അവർ ഫ്രൂട്ട്സും ആൻഡ് വെജിറ്റബിൾസും തേടിയിട്ട് അവരും മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നീഡ് ഫോർ വാട്ടർ ഫോർ റിവേഴ്സ് ആൻഡ് ലേക്സ്. റിവേഴ്സ് ആൻഡ് ലേക്ക് വിൽ ബി പെരനിയൽ ഓർ സീസണൽ. ചില നദികൾ എന്ന് പറയുന്നത് സീസണലായിട്ട് ഒഴുകുന്നതും ചില നദികൾ വർഷം മുഴുവനും ഒഴുകുന്ന നദികളും ഉണ്ടാവും. അപ്പം വെള്ളം എന്ന അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അതിനനുസരിച്ചും ഇവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏർലിയസ്റ്റ് പീപ്പിൾസ് മൂവ് ചെയ്യുന്നതിനുള്ള പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രീ ഹിസ്റ്റോറിക് പീപ്പിൾ ആൻഡ് സൈറ്റുകളാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിന് നമുക്ക് തെളിവുകൾ ലഭിക്കുന്നത് ഒരുപാട് സൈറ്റുകളിൽ നിന്നാണ്. അത് ആർക്കിയോളജിസ്റ്റിൻ്റെ എക്സ്കവേഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സോഴ്സ് നമുക്ക് ലഭിക്കുന്നത്. അവർ സ്റ്റോൺ ടൂൾസ്, ബോൺസ് ആൻഡ് കേവ് ഷെൽട്ടേഴ്സ്, ഇവിടെ നിന്നും ധാരാളം സോഴ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസ് വർ യൂസ്ഡ് ടു കട്ട് മീറ്റ് ആൻഡ് ബോൺസ്, സ്ക്രാപ്പ് ബാർക്ക് ഫ്രം ദ ട്രീസ്, ഹൈഡ് ആനിമൽ സ്കിൻ, ചോപ്പ് ഫ്രൂട്ട് ആൻഡ് റിമൂവ് റൂട്ട്സ് ഫ്രം ദ സോയിൽസ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളാണ് പറയുന്നത് ബിംബെഡ്ക, ഹൻസ്കി, കൂർണൂൽ കേവ്സ്. ഇത് നോട്ട് ചെയ്യാം കേട്ടോ. ബിംബെഡ്ക, ഹൻസ്കി ആൻഡ് കൂർണൂൽ കേവ്സ് ആണ് പ്രധാനമായിട്ടും ഏർലിയസ്റ്റ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ പീപ്പിൾസ് ടൂൾസ് മെയ്ഡ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഫാക്ടറി സൈറ്റ് എന്നാണ് പറയുന്നത്. പീപ്പിൾസ് ടൂൾസുകളൊക്കെ മെയ്ഡ് ചെയ്ത, ടൂൾസുകളൊക്കെ നിർമ്മിച്ചിരുന്ന ശാലകൾ ഉണ്ടാവുമല്ലോ, ആ ശാലകൾ അറിയപ്പെട്ട പേരാണ് ഫാക്ടറി സൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഫൗണ്ട് നിയർ വിദ്യ ആൻഡ് ഡെക്കാൻ പ്ലാറ്റു, നർമ്മദ വാലി. അപ്പം പ്രധാനമായിട്ടും നമുക്ക് നാച്ചുറൽ കേവ്സ്, നമ്മൾ പ്രകൃതിപരമായിട്ടുള്ള ഗുഹകളിൽ നിന്നും പാറക്കെട്ടുകളിൽ നിന്നും നമുക്ക് ധാരാളം സോഴ്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റോക്ക് ഷെൽറ്റേഴ്സിന് എക്സാമ്പിളാണ് വിദ്യ ഡെക്കാൻ പ്ലാറ്റുവിലുള്ള നർമ്മദ വാലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് മേക്കിംഗ് സ്റ്റോൺ ടൂൾസ് ആണ്. മേക്കിംഗ് സ്റ്റോൺ ടൂൾസ് നമുക്ക് ആദ്യകാലങ്ങളിൽ ഹണ്ടേഴ്സ് ആൻഡ് ഗാദറിങ്ങിനും അതുപോലെ ഫുഡൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾസ് വേണം. ഇപ്പോൾ ഇന്നും നമുക്ക് ടൂൾസ് വേണമല്ലോ, ഇന്നും നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നാണെന്ന് ഓർക്കണേ. അപ്പോൾ മേക്കിംഗ് സ്റ്റോൺ ടൂൾസിന് അവർ അത് യൂസ് ചെയ്തത് കട്ടിങ്ങിനും ഹണ്ടിങ്ങിനും സ്ക്രാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ സ്റ്റോൺ നിർമ്മിക്കുന്നതിന് അവർക്ക് പ്രധാനമായിട്ടും 2 ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റോൺ ഓൺ സ്റ്റോൺ ടെക്നിക്കും പ്രഷർ ഫ്ലേക്കിംഗ് ടെക്നിക്കുമാണ്. അപ്പോൾ സ്റ്റോൺ ടൂൾസ് പ്രധാനമായിട്ടും 2 ടൂൾസാണുള്ളത്. സ്റ്റോൺ ഓൺ സ്റ്റോൺ ടെക്നിക്കും പ്രഷർ ഫ്ലേക്കിംഗ് ടെക്നിക്കുമാണ് ഉള്ളത്. അപ്പോൾ സ്റ്റോൺ ഓൺ സ്റ്റോൺ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സ്റ്റോൺ ഓൺ ടൂൾസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കല്ലിലെ ഈ കല്ലിന് ഒരു കല്ല് പോലെ സ്റ്റോൺ, ആ സ്റ്റോണിൻ്റെ മുകളിൽ ഹാമർ സ്റ്റോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ കല്ല് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങൾ നിർമ്മിക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടിക്കല്ല, നമ്മൾ ഹാമറൊക്കെ ഉണ്ടാവുമല്ലോ, ചുറ്റിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ വസ്തുക്കളൊക്കെ നിർമ്മിക്കുമല്ലോ. അതുപോലെയാണ് അന്നത്തെ കാലത്ത് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് സ്റ്റോണിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റോൺ ഓൺ സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് പ്രഷർ ഫ്ലേക്കിംഗ് ആണ്. ഈ പ്രഷർ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു മുനമ്പുള്ള ഈ ഒരു ഭാഗത്ത് കൊണ്ട് നമ്മൾ മറ്റൊരു സ്റ്റോണിനെ നമ്മൾ പല ആകൃതിയിലും നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ പ്രഷർ ഫ്ലേക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും 2 സ്റ്റോൺ ടൂൾസ് ആണ് ഉണ്ടായിരുന്നത്, സ്റ്റോൺ ഓൺ സ്റ്റോണും പ്രഷർ ഫ്ലേക്കിങ്ങും. ഇനി ആദ്യകാലങ്ങളിൽ നമ്മൾ ഫയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന് തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കൂർണൂൽ കേവ്സിൽ നിന്നാണ് നമുക്ക് ഫയർ ഉപയോഗിച്ചതിനുള്ള തെളിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർ ഫയർ യൂസ് ചെയ്തത് കുക്കിംഗ് ഫുഡും സ്കാറിംഗ് ആനിമൽസും പ്രൊവൈഡിംഗ് വാംത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഫയർ ലഭിച്ചത്. അപ്പോൾ കൂർണൂൽ കേവ്സിൽ നിന്നും ധാരാളം ആഷിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫയർ ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവായിട്ടാണ് കൂർണൂൽ കേവ്സിനെ കാണുന്നത്. ഓക്കെ, ഇനി ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിൽ നല്ല രീതിയിൽ ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. 12,000 years ago ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു. ഈ ക്ലൈമറ്റ് നമ്മുടെ വേൾഡിൽ തന്നെ നല്ല രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് വാം കണ്ടീഷനിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഗ്രാസ് ലാൻഡും അതുപോലെ ആനിമൽസൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് വാം കണ്ടീഷനാണെന്ന് പറഞ്ഞു. ഈ വാം കണ്ടീഷൻ്റെ ഫലമായിട്ട് ഗ്രാസൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഗ്രാസ് ലാൻഡൊക്കെ വർദ്ധിക്കുന്ന ഫലമായിട്ട് ആനിമൽസും അവിടെ വർദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരുപാട് കാരണം കൊണ്ട് ഇവിടെ ബിഗിനിങ് ഓഫ് ഗ്രോവിംഗ് ക്രോപ്പ് ലൈക്ക് വീറ്റ് ആൻഡ് ബാർലി. ആദ്യകാലങ്ങളിൽ നമ്മൾ കൃഷിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ തുടങ്ങി. കാരണം വിളകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകാൻ തുടങ്ങി. എക്സാമ്പിൾ പറയുന്നത് വീറ്റും ബാർലിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ പറയാനുള്ളത്. ദെൻ ലാംഗ്വേജ് ആൻഡ് ആർട്ട്. ഏർലി ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹോമോ ഹാബിലിയസ് ആണ്.
40,000 35 ഇയേഴ്സ് എഗോ ഇവർ ആർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതുപോലെ ഇവർ സ്പോക്കൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും നമുക്ക് തെളിവുകൾ ലഭിക്കുന്നത് കേവ് പെയിൻറ്റിങ്ങും അതുപോലെ റോക്ക് വാൾസുകളിൽ നിന്നാണ്. കേവ് പെയിൻറ്റിങ്ങും റോക്ക് വാൾസുകളിൽ നിന്നാണ് നമുക്ക് ഇതിലുള്ള തെളിവുകളൊക്കെ ലഭിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മധ്യപ്രദേശിലെ ബിംബേഡ് കേവ്, അതൊന്ന് നോട്ട് ചെയ്യണേ. മധ്യപ്രദേശിലെ ബിംബേഡ് കേവും അതുപോലെ സദൺ ഉത്തർപ്രദേശിൽ നിന്ന് നമുക്ക് ഒരുപാട് വൈൽഡ് ആനിമൽസിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഫ്രാൻസിൽ, യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഫ്രാൻസിൽ നിന്നും ധാരാളം കേസുകളിൽ നിന്നും നമുക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും ഷോ ചെയ്തിട്ടുള്ള ആനിമൽസ് ആണ്, അതുപോലെ ഹണ്ടിങ് സീൻസ്, അവിടെ ലൈഫ് സ്റ്റൈലൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട ആനിമൽസ് എന്ന് പറയുന്നത് ഹോഴ്സ്, ബിസോണ്, റെയിൻഡിയർ, ബിയർ എക്സെട്ര ആണ് കേട്ടോ. അപ്പം അതുകൂടി ഒന്ന് നോക്കുക. ദെൻ ഇവർ പ്രധാനമായിട്ടും ഈ കളർ യൂസ് ചെയ്തത് നാച്ചുറൽ ആയിട്ടുള്ള കളറുകളുമാണ്. അതേപോലെ മിനറൽസ് ഉപയോഗിച്ചിട്ടുള്ള കളറുകളും ചെയ്തിട്ടുണ്ട്. ഈ മിനറൽസിന് എക്സാമ്പിളാണ് ഓച്ചറും അയൺ ഓറും അതുപോലെ ചാർക്കോളും. ഓച്ചറും അയണും ഓർ ആൻഡ് ചാർക്കോളുമാണ് ഇവർ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ പെയിൻറ്റിങ്സുകൾ ഷോ ചെയ്യുന്നത് ആനിമൽസും ഹണ്ടിങ് സീനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സെറമോണിയൽ ഒക്കേഷൻസും അതേപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള റിച്വൽസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു ആർട്ട് ആൻഡ് ലാംഗ്വേജിൽ നമുക്ക് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പോർഷൻ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ നമ്മൾ ആർക്കിയോളജിസ്റ്റുകൾ ഏജുകളായിട്ട് 3 ഏജുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാലിയോ എന്ന് പറയുന്നത് ഓൾഡ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ദെൻ ലിതോസ് മീൻസ് സ്റ്റോൺ. അപ്പോൾ ഓൾഡ് സ്റ്റോൺ എന്ന് നോക്കുക. പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോൺ, നമ്മൾ സ്റ്റോണുകൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ പാലിയോലിത്തിക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 മില്യൺ ഇയേഴ്സ് എഗോയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് പീരീഡ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അത് ലോങ്സ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് നമ്മൾ ഏർലി പാലിയോലിത്തിക് സൈറ്റാണ് നമ്മൾ ഹൻസുഗി. ഈ ഹൻസുഗി എന്ന് പറയുന്നത് കർണാടകയിലാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. ഏർലി സൈറ്റ് എന്ന് പറയുന്നത് ഹൻസുഗിയാണ്, കർണാടകയിലാണ് വരുന്നത്. ദെൻ നമ്മൾ പാലിയോലിത്തിക് ഏജിനെ നമ്മൾ ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, ദെൻ അപ്പർ പാലിയോലിത്തിക് എന്നിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഓസ്ട്രിച്ചിനെ നമ്മൾ കണ്ടെത്തിയത് ഈ ഒരു പാലിയോലിത്തിക് പീരീഡിലാണ്. ഓസ്ട്രിക്കിൻ്റെ എഗ്ഗിൻ്റെ ഷെല്ലുകൾ നമുക്ക് പാട്നയിലെ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗിൻ്റെ ഷെല്ലുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പാട്ന ഇൻ മഹാരാഷ്ട്രയാണ്. ദെൻ പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റുകളാണ് പറയുന്നത് കുർണൂൽ കേവ്സ്. കുർണൂൽ കേവ്സ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ദെൻ ഹൻസുഗി കർണാടകയിൽ, ബിംബേഡ്ക മധ്യപ്രദേശിൽ, ബാഗോർ രാജസ്ഥാനിൽ, പാട്നെ മഹാരാഷ്ട്ര, ദെൻ ബാലൻ വാലി ഉത്തർപ്രദേശ്. അപ്പോൾ ഇത്രയും സൈറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെസോലിത്തിക് ഏജ് ആണ്. ഈ മെസോലിത്തിക് ഏജ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ബിക്കോസ് പാലിയോലിത്തിക് ഏജിൻ്റെയും നിയോലിത്തിക് ഏജിൻ്റെയും ഒരു മിഡിൽ പോർഷനിൽ കിടക്കുന്ന ഒരു ഏജിനാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. 12,000 and 10,000 ഇയേഴ്സ് എഗോയാണ് നമ്മൾ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ധാരാളം ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സ്മോൾ സ്റ്റോൺ ടൂൾസുകൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെസോലിത്തിക് പീരീഡിനെ നമ്മൾ മൈക്രോലിത്തിക് പീരീഡ് എന്നും കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ദെൻ മെസോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ലങ്കാഹ ഗുജറാത്തിൽ, ദാംദാമ ഉത്തർപ്രദേശിൽ, ദെൻ പാട്നെ മഹാരാഷ്ട്ര. ഇതാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഏജാണ് നിയോലിത്തിക് ഏജ്. ഈ നിയോലിത്തിക് ഏജ് അറിയപ്പെട്ടവരാണ് ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. 10,000 ഇയേഴ്സ് എഗോയാണ് നമ്മൾ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ, ലിതോസ് മീൻസ് സ്റ്റോൺ. അപ്പോൾ ന്യൂ സ്റ്റോണിന് നമ്മൾ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇംപ്രൂവിങ് ടൂൾസുകളൊക്കെ വരെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ ബിഗിനിങ് ഓഫ് മെറ്റൽ യൂസ്, മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത് ഹല്ലൂർ, കർണാടകയിലെ ഹല്ലൂർ, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ബുർസഹോമും ഗുഫ്ക്രാലും, ദെൻ ബലൂചിസ്ഥാനിലെ മെഹർഗാഹ്, ബീഹാറിലെ ചിരന്തോ, ദെൻ ആസാമിലെ ഡാവോജലി ഹേഡിങ്ങുമാണ് പ്രധാനപ്പെട്ട നിയോലിത്തിക് ഏജ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതോടുകൂടെ നമ്മുടെ ദ ഏർലിയസ്റ്റ് സൊസൈറ്റീസ് എന്ന സെക്കൻഡ് ചാപ്റ്റർ കഴിയുകയാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. ഓക്കെ, താങ്ക്